അല്ല, തീർച്ചയായിട്ടും ഇത് നമ്മൾ ഉദ്ദേശിക്കാത്ത തരത്തിലേക്ക് ഒരു പ്രദേശത്തെ 3 രാജ്യങ്ങൾ തമ്മിൽ തുടങ്ങിയത് അത് പിന്നെ 8 രാജ്യങ്ങളായി. ഇപ്പോൾ അത് ആ മേഖലയുടെ അപ്പുറത്തേക്ക് ഇപ്പൊ നമുക്കറിയാം, ഇറാനും ഇസ്രായേലും US തമ്മിൽ തുടങ്ങിയ യുദ്ധം അത് പിന്നെ പശ്ചിമേഷ്യയിലെ മറ്റ് രാജ്യങ്ങളിലേക്ക്, അതായത് ജോർദാൻ, കുവൈറ്റ്, ഖത്തർ, ബഹ്റിൻ, സൗദി അറേബ്യ മുതലായ രാജ്യങ്ങളിലേക്ക് വ്യാപിച്ചു. പക്ഷെ അതിനുശേഷം ഇപ്പൊ ഈ ഇറാഖ് കൂടി രംഗത്ത് വന്നു. യമനിലെ ഹൂതികൾ രംഗത്ത്, യമൻ ഇതുവരെ നമ്മുടെ റെഡ് സി എന്ന് പറയുന്ന ബാബൽ മാൻഡബ് എന്ന് പറയുന്ന പ്രദേശത്തിന് വലിയ കുഴപ്പമില്ലായിരുന്നെങ്കിൽ അതും കൂടെ ഇപ്പോൾ വന്നിരിക്കുന്നു, ഇറാഖിലേക്ക് വന്നിരിക്കുന്നു, ഈജിപ്റ്റ് കൂടെ ചിത്രത്തിലേക്ക് വന്നു. എന്ന് പറഞ്ഞാൽ ഇതൊരു പ്രദേശത്തിന്റെ അപ്പുറത്തേക്ക് കുറച്ചുകൂടെ വ്യാപിക്കുന്ന തരത്തിലേക്ക് വന്നിരിക്കുന്നു. അത് വളരെ അപകടകരമാണ്. കാരണം നമുക്കറിയാം, ഹോർമസ് കടലിടുക്ക് അടച്ചപ്പോൾ തന്നെ ലോക സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടായ പ്രതിസന്ധി, നമ്മുടെ ഇന്ത്യയിൽ ഉൾപ്പെടെ കേരളത്തിൽ ഉൾപ്പെടെ ഉണ്ടായ പ്രതിസന്ധി നമുക്ക് എല്ലാവർക്കും അറിയാം. അത് ബാബൽ മാൻഡബിലൂടെ, അതായത് നമുക്കറിയാം 20% ഈ എണ്ണ ഉൽപ്പന്നങ്ങൾ കടന്നുപോയിക്കൊണ്ടിരുന്ന ഹോർമസ് കടലിടുക്കിലൂടെ പോയിക്കൊണ്ടിരുന്നെങ്കിൽ ഈ പ്രതിസന്ധി ഉണ്ടായപ്പോൾ അതിന് 7% അഡീഷണൽ ആയിട്ട് കടന്നുപോയിക്കൊണ്ടിരുന്നത് ഈ ബാബൽ മാൻഡബിലൂടെയാണ്, ഈ റെഡ് സീയിലൂടെയാണ്. അപ്പൊ അത് കൂടി പ്രതിസന്ധിയിലായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും വളരെ വലിയ പ്രതിസന്ധിയിലേക്ക് കടക്കും. അതുപോലെ തന്നെ യുദ്ധം വ്യാപിക്കുന്ന തരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ എണ്ണ പ്ലാന്റുകൾ മാത്രമല്ല, ശുദ്ധജല വിതരണ പ്ലാന്റുകൾ വരെ ആക്രമണത്തിന് വിധേയരായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിനെ ആശ്രയിച്ച് നിൽക്കുന്ന രാജ്യങ്ങളെ സംബന്ധിച്ച് വളരെ വലിയ അപകടകരമായ അവസ്ഥയിലേക്ക് വരും. പെട്രോളിയം ഉൽപ്പന്നങ്ങൾ കിട്ടാതെ വരും, പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വില ഭീകരമായി വർദ്ധിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അപ്പൊ അങ്ങനെയുള്ള വളരെ 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 അപകടകരമായ പ്രതിസന്ധിയിലേക്ക്, അതായത് സമാധാനം ഉണ്ടാകും എന്ന് നമുക്കറിയാം. 2-3 ദിവസം സംഘർഷങ്ങൾ ഇല്ലാതിരുന്നു. പക്ഷെ അതിനുശേഷം ഹൂതികൾ സൗദി അറേബ്യ ഉൾപ്പെടെ സ്ഥലങ്ങളിലേക്ക് ആക്രമിക്കുന്നു. സൗദി അറേബ്യ അമേരിക്കയും ചേർന്ന് യമനിലെ ഹൂതികളെ ആക്രമിക്കുന്നു. അതിനുശേഷം ഇപ്പോൾ ഇറാൻ ആക്രമണം തുടങ്ങിയിരിക്കുന്നു. അത് അമേരിക്ക തിരിച്ച് മറുപടിയായിട്ടുള്ള ആക്രമണം തുടങ്ങിയിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലൊന്നും പിടിച്ചാൽ കിട്ടാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്ന ഒരു സംഘർഷമായി ഈ പശ്ചിമേഷ്യ സംഘർഷം മാറുന്നു എന്നുള്ളത് വളരെ അപകടകരമായ സൂചനയാണ്. ഒരു കാര്യം കൂടി ചോദിക്കുകയാണ്. ഇപ്പോൾ കുവൈത്തിൽ വീണ്ടും ആക്രമണം തുടരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ചൈനീസ് കമ്പനിക്ക് നേരെ ഇപ്പോൾ ഇറാന്റെ ആക്രമണം നടന്നു, അതിൽ ഒരാൾ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത കൂടി ലഭിക്കുകയാണ്. ഇപ്പോൾ ഇത്തരത്തിൽ ആക്രമണങ്ങൾ വീണ്ടും ശക്തമാകുന്ന ഒരു സാഹചര്യം അത് പല ഗൾഫ് മേഖലയിലേക്കും അങ്ങനെ തന്നെയാണ്. നമുക്കറിയാം, ഈ ഒരു സംഘർഷം ആരംഭിക്കുന്ന ഒരു നാൾ മുതൽ തന്നെ ഗൾഫ് രാജ്യങ്ങളാണ് ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലായിട്ടുള്ളത് എന്ന് നമുക്കറിയാം. സ്തംഭിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ ഇനി നീങ്ങാനുള്ള ഒരു സാധ്യതയില്ലേ? അല്ല, ഇത് നമ്മുടെ ഇന്ത്യ പോലുള്ള രാജ്യത്തിനാണ് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. 2 കാരണങ്ങൾ കൊണ്ടാണ് ഞാനത് പറയുന്നത്. ഒന്ന്, ഈ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലെ എണ്ണയെ നമ്മൾ വളരെ വലിയ രീതിയിൽ ആശ്രയിക്കുന്ന ഒരു രാജ്യമാണ്. സ്വാഭാവികമായിട്ടും ഈ രംഗത്ത് പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ അത് നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ വളരെ, എണ്ണ മാത്രമല്ല നമ്മുടെ ഈ വളം ഉൾപ്പെടെയുള്ള സംഗതികളൊക്കെ വരുന്ന അവിടെ നിന്നാണ്. അപ്പൊ നമ്മുടെ ഇപ്പോ ഇമ്മീഡിയറ്റ് ആയിട്ട് അതിനെ ബാധിക്കത്തില്ലെങ്കിലും വരും അടുത്ത വർഷമൊക്കെ നമ്മുടെ കാർഷിക മേഖലയെ വളരെ ശക്തമായി ബാധിക്കാൻ പോകുന്നതാണ് ഒന്ന്. അതാണ് ഒന്ന്. സാമ്പത്തിക, കാർഷിക, വ്യാവസായിക മേഖലകളെ ഇത് ബാധിക്കും. ഒന്ന്. 2, നമുക്ക് എല്ലാവർക്കും അറിയാം, ഏതാണ്ട് 1 കോടിയോളം വരുന്ന ഇന്ത്യക്കാർ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട്. ഏകദേശം 30 ലക്ഷം മലയാളികളാണ് അക്കൂട്ടത്തിൽ. സ്വാഭാവികമായിട്ടും ഒരുപാട് പേര് നമ്മുടെ നാട്ടിൽ തിരിച്ചെത്തി കഴിഞ്ഞു. അതിന്റെ ഒരു കണക്കൊന്നും നമുക്ക് വസ്തുതയിൽ അറിയുന്നില്ല എന്നേ ഉള്ളൂ. ഒരുപാട് പേരെ പിരിച്ചുവിടുന്നുണ്ട്, ഒരുപാട് പേര് അവിടെ തന്നെ ശമ്പളം വെട്ടിക്കുറയ്ക്കപ്പെട്ട് നിൽക്കുന്നുണ്ട്. ഈ തരത്തിലുള്ള സാഹചര്യങ്ങൾ വരുന്നു. ഇപ്പൊ ഇത് രൂക്ഷമാവുകയാണെങ്കിൽ നമ്മുടെ സമ്പദ് വ്യവസ്ഥ അപകടത്തിലാവും. നമ്മുടെ ഒരുപാട് സഹോദരങ്ങൾ നമ്മുടെ നാട്ടിൽ നിന്ന്, ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചു വരുന്ന സാഹചര്യം ഉണ്ടാവും. അത് ഉണ്ടാക്കാൻ പോകുന്ന വളരെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണ്. അപ്പൊ എന്നതിനൊക്കെ പുറമെ ഇത് നമ്മുടെ ആഗോള സമ്പദ് വ്യവസ്ഥയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതുകൂടി നമ്മുടെ രാജ്യത്തെ, നമുക്കറിയാം, ഇപ്പോ പലവിധ തരത്തിലുള്ള താരിഫുകളിലൂടെ നമ്മൾ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ നമ്മുടെ മുകളിൽ താരിഫുകൾ ഏർപ്പെടുത്താനും പ്രതിസന്ധി ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന സാഹചര്യത്തിൽ റഷ്യയിൽ നിന്ന് നമ്മൾ എണ്ണ വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ് വലിയ രീതിയിൽ. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിക്കുന്നതിന് നമ്മൾ ഇനി 100% ഉപരോധം, 100% താരിഫ് അങ്ങനെയാണെങ്കിൽ നമുക്കത് ഏർപ്പെടുത്തുമെന്നുള്ള ഭീഷണി ഇപ്പൊ അമേരിക്കയിൽ നിന്ന് വന്നു കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ ഈ തരത്തിലെല്ലാം ഉള്ള ഒരു വളരെ വലിയ പ്രതിസന്ധിയിലേക്കാണ് നമ്മൾ കടന്നു പോകുന്നത്, ലോകം കടന്നു പോകുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് ഒട്ടും തന്നെ സമാധാനമല്ല. ആശങ്ക വളരെ വലിയ രീതിയിൽ നമുക്ക് സംഭാവന ചെയ്യുന്നതാണ് ഈ പുതിയ സംഭവവികാസങ്ങൾ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.